ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ സരിയുടെ അടുത്ത് ഭീഷണിപ്പെടുത്ത് പൈസ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വിക്രത്തിന്റെ കൂട്ടുകാർ കേട്ടോ. അപ്പൊ സരിയോട് പറയേണ്ടത്, നോക്ക്, നിങ്ങൾ കിരൺ എന്ന് പറഞ്ഞ ആളെ വിവാഹം കഴിക്കാൻ വേണ്ടല്ലേ വിക്രത്തിന്റെ പെങ്ങായിട്ടുള്ള കല്യാണിനെ കൊല്ലാൻ വേണ്ടി നോക്കണത്. നോക്ക്, ഞങ്ങൾ സത്യങ്ങളൊക്കെ മറ്റുള്ളത് പറയേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഞങ്ങൾ ചോദിക്കുന്ന പൈസ നിങ്ങൾ തരണം എന്ന് പറയാണ്. ഇത് കേൾക്കണ സരിയു പറയണ്ട്, അതിനെ ഞാൻ ആവശ്യപ്പെട്ട പോലെ നിങ്ങളുടെ കൂട്ടുകാരൻ പൈസ ഒന്നും ചെയ്തു തന്നിട്ടില്ല, പിന്നെ ഞാനെതിരാ നിങ്ങക്ക് പൈസ തരുന്നത്. പൈസ തരുന്നത് എന്തിനാന്ന് ഞാൻ പറയാം. കാരണം പൈസന് ഇപ്പൊ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവൻ ഒളിച്ചു താമസിപ്പിക്കുമ്പോ അവന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനു വേണ്ടി പൈസ തരണം. അത് മാത്രല്ല, ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് പൈസ തന്നേ പറ്റൂ, വേറൊന്നല്ല. അങ്ങനെ പൈസ തന്നാൽ മാത്രമേ ഞങ്ങൾ വായ അടച്ചിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വായ തുറന്ന് നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറയും. നിങ്ങൾ കല്യാണിനെ കൊല്ലാൻ നോക്കുവാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തുറന്നു പറയും എന്ന് പറയണം. ശേഷം സരിയു കുറച്ച് പൈസ കൊടുക്കാണ്. ദേ, ഇനി പൈസ എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് സരിയു അവിടുന്ന് പോവാട്ടോ. ശേഷം സരിനെ ആകെ വട്ടുപിടിക്കുകയാണ്. ഈശ്വര, വേലി കിടക്കുന്ന പാമ്പിനടുത്ത് തലേ വെച്ചല്ലോ ഇവന്മാരെങ്ങാനും ഇനി ഭീഷണിപ്പെടുത്തി പൈസ എല്ലാം അടിച്ചു മാറ്റോ. അത് മാത്രമല്ല, കിരണോടും കല്യാണെടുത്ത് സത്യങ്ങളെങ്ങാനും ഇവന്മാര് തുറന്നു പറയോ ആർക്കറിയാം. എനിക്ക് അങ്ങ് ടെൻഷനായിട്ട് വയ്യ. എന്തായാലും ഇവന്മാര് സത്യങ്ങൾ തുറന്നു പറഞ്ഞുമ്പോ ആ കല്യാണിനെ അങ്ങോട്ട് ഇല്ലാതാക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സരിയു അങ്ങോട്ട് പോകുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണിയാണെങ്കിൽ ഓഫീസിൽ തിരക്കിട്ട പണിയാട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കല്യാണി. ആ സമയത്ത് ഹരി സാർ അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഹരിയേട്ട അല്ല, നമ്മൾ പുതിയ കൺസ്ട്രക്ഷൻ ചെയ്ത ആ ഒരു വർക്ക് നോക്കാൻ വേണ്ടി എപ്പോഴാ കല്യാണി പോകുന്നത് എന്ന് ചോദിക്കുമ്പോ, അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി, ഇന്ന് കുറച്ച് തിരക്കായിരുന്നു, നാളെ പോകാന്നാ വിചാരിക്കണത് എന്ന് പറയുമ്പോഴേക്കും, നാളെ പോയിട്ട് അതൊക്കെ ഒന്ന് നോക്കണം, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നോക്കി തിരുത്തണം എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ടേ, പോരായ്മകളൊന്നും ഉണ്ടാവില്ല. കാരണം സരിയു ഇപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടാ ഓരോരോ വർക്കുകളും ചെയ്യണത്. ഓരോരോ വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് അടുത്ത പ്രാവശ്യം അതിനേക്കാളും ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാ അവള് കാര്യങ്ങളൊക്കെ ചെയ്യണത്. എന്നാലും നാളെ പോയി ഒന്ന് നോക്കാം എന്ന് കല്യാണി നമ്മുടെ ഹരിയേട്ടനോട് പറയണ്ട. അപ്പൊ ഇതെല്ലാം തന്നെ സരിയു കേൾക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ നാളെയാണ് അവൾ ആ സൈറ്റിലേക്ക് പോകുന്നല്ലേ. അതേടി, നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണ്. കറക്റ്റ് ആയിട്ട് നിന്നെ താഴെ തള്ളിയിട്ട നീ മരിക്കുന്ന രീതിയിലേക്കുള്ള പ്ലാൻ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി നീ നാളെ വാ, ഞാനും വരുന്നുണ്ട്. എന്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും നിന്റെ മരണം, അതായിരിക്കും വിധി. അതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും നാള് നിന്നെ കൊല്ലാണ്ട് ആരൊക്കെ വന്നിട്ടും അതൊന്നും നടക്കാതിരുന്നത്. എന്തായാലും നിന്റെ മരണം നാളെ തന്നെ സംഭവിക്കോടി എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ സരിയു വരച്ച ആ ഒരു കിരൺ ലവ് സരിയു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ സരിയു വെച്ചെടുത്ത് കാണുന്നില്ല. സരിയു ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഈശ്വര, ഞാൻ ആ പേപ്പർ എവിടെയാ വെച്ചത്? തീർന്നു. ആ പേപ്പർ ആരുടെങ്കിലും കയ്യിൽ കണ്ണിൽ പെട്ട് അതോട് തീർന്നു. ഇതുവരെ ചെയ്ത് കൂട്ടിയതെല്ലാം കഴിഞ്ഞു. ഇത് എവിടെ പോയതായിരിക്കും ആ പേപ്പർ എന്ന് ചോദിച്ചാൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് രതീഷ് അവിടേക്ക് വരുന്നുണ്ട്. എന്താ സരിയു, കുറെ നേരം ആയാലോ തിരയുന്നത്? അത് ഞാൻ പിന്നെ ഇവിടെ ഞാൻ ഒരു ചെറിയൊരു പ്ലാനിന്റെ പടം വരച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല എന്ന് പറയാണ്. നിന്റെ മേശപ്പുറത്തുള്ളത് ആരെടുത്തോണ്ട് പോവാനാ? അവിടെ തന്നെ ഉണ്ടാവും, ശരിക്കും നോക്ക് എന്ന് പറയാണ്. അപ്പൊ സരിയു പറഞ്ഞിട്ടില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയാണ്. കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു നോക്ക്. രതീഷ് എന്താ എന്നെ കളിയാക്കുവാണോ? അയ്യോ, ഞാൻ ആരെയും കളിയാക്കാനില്ലേ. നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഇവിടെ കിരൺ സാറും അതുപോലെ തന്നെ കല്യാണി നിന്നെ കുറിച്ച് ഒന്നും വിശ്വസിക്കില്ലല്ലോ. അവരുടെയൊക്കെ മനസ്സിൽ നീ ഇപ്പൊ ഭയങ്കര പുണ്യവതിയാണ്. പക്ഷെ എനിക്കറിയാം നിനക്ക് എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. നീ ഇപ്പോഴും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. കല്യാണിന് ത്തുള്ള ശത്രുത നിന്റെ പൂർണ്ണമായിട്ട് തീർന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. രതീഷ് മാത്രമേ ഉള്ളൂ എന്നെ വിശ്വസിക്കാത്തത്. അയ്യോ, നിന്നെ മാത്രമല്ല, നിന്റെ പോറ്റമ്മ ഷാരി ഉണ്ടല്ലോ, അവരെയും എനിക്കത്ര വിശ്വാസമൊന്നും പോരാ. അല്ല, രതീഷ് അങ്ങനെ കണ്ടിരുന്നു ഞാനിവിടെ വെച്ച ആ ഒരു പേപ്പർ? പിന്നെ നിന്റെ പേപ്പർ എടുക്കലല്ലേ എന്റെ പണി, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കിവിടെ 100 കൂട്ടം വർക്കുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് നിന്റെ പേപ്പർ നോക്കല് എന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടെ നിന്ന് പോവാം. അപ്പൊ കല്യാണി ഇങ്ങനെ സരിയു ഇങ്ങനെ ആലോചിക്കാണ്, എന്നാലും ആ പേപ്പർ ഇത് എവിടെ പോയി? ഞാനിത് ഇവിടെ മേശപ്പുറത്ത് തന്നെയാണ് വെച്ചത്, ഇപ്പൊ അത് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കെ തന്നെ കല്യാണി അവിടെ വിളിക്കാട്ടോ. ഹലോ സരിയു, എന്താ ഈ അന്വേഷിക്കണത്? ഒന്നുമില്ല കല്യാണി, ഞാനേ പുതിയ ആ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ആ പേപ്പർ കാണുന്നില്ല, അതെവിടെ പോവാനാ? താഴത്തെ എങ്ങാനുണ്ടാവും, ഞാൻ നോക്കാം. വേണ്ട വേണ്ട, നീ നോക്കണ്ട, നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഞാൻ നോക്കിക്കോളാം. അല്ല സരിയു, രണ്ടുപേരുടെ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുമല്ലോ. അത് സാരമില്ലെന്നേ, ഞാൻ വരക്കാൻ തുടങ്ങിയുള്ളൂ, ഇപ്പൊ അത് പോയാലും കുഴപ്പമൊന്നുമില്ല. ശരി, എന്നാ നമുക്ക് നാളെ നീ ആ കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോയാലോ? അതിനെന്താ, നാളെ പോവാലോ? ശരി, അത് പറയാൻ വേണ്ട ഞാൻ വന്നത്. ആയിക്കോട്ടെ എന്ന് സരിയും പറയാണ്. ശേഷം കല്യാണി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും സരിയു, ഈശ്വര, ഇനി അത് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും മനഃപൂർവ്വം അത് എടുത്തു മാറ്റിയതായിരിക്കോ? ഇനി ആ രതീഷ് തന്നെ ആയിരിക്കോ? അവനെ വിശ്വസിക്കാൻ പാടില്ല, അവൻ എന്തൊക്കെയോ സംശയമുണ്ട്. ഇനി അവനെങ്ങാനും ആണ് അത് എടുത്തതെന്നുണ്ടെങ്കിൽ അതോടെ തീർന്നു. ഇതിപ്പൊ തന്നെ കിരണിന്റെ ചെവിയിലെത്തും.
ആരുടെ കയ്യിലാണാവോ എത്തിയത്. അങ്ങനെ സരയു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് വിക്രത്തിന്റെ കൂട്ടുകാരന്റെ നമ്പറിൽ നിന്ന് കോള് വരുവാട്ടോ സരയുന. സരയു കോൾ എടുക്കുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞങ്ങളെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ആരാ ഇത്? ഞങ്ങളാ വിക്രത്തിന്റെ കൂട്ടുകാരാ. നിങ്ങളോ? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ നിങ്ങളടുത്ത് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കണത്? അതെ, ആവശ്യം ഞങ്ങളുടെ ആണല്ലോ. അതെ, ഞങ്ങൾക്കൊരു 50,000 രൂപ വേണം. 50,000 രൂപ എന്തിന്? എന്റെ അടുത്ത് നോട്ടടിക്കുന്ന വിഷയമൊന്നും ഇല്ല. അതെ, കുറച്ചു മുമ്പല്ലേ ഞാൻ നിങ്ങൾക്കൊരു 10,000 രൂപ തന്നത്. ഇന്ന് എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. എന്റെ പെങ്ങൾക്ക് അവിടെ മാസം നല്ല തുകയാണ് സാലറി കിട്ടുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അത്യാവശ്യം ചെലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാ ചെലവും കിരണും അതുപോലെ തന്നെ വിക്രത്തിന്റെ പെങ്ങള് കല്യാണിയല്ലേ നോക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് 50,000 താ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നേരെ പോണത് എവിടെയെന്ന് അറിയാവോ? കല്യാണിയുടെ വീട്ടിലേക്കാണ്. വിക്രത്തിന്റെ ചേച്ചി കല്യാണി അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനുണ്ട്. നിങ്ങൾ എന്നെ മുടിപ്പിക്കും എന്ന് പറയുമ്പോഴേക്കും മര്യാദക്ക് 50,000 രൂപ താ, അത് കഴിഞ്ഞാൽ നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് പറയാണ്. 50,000 രൂപ അത് കഴിഞ്ഞ പിന്നെ ഒരിക്കലും എന്നെ ശല്യം ചെയ്യരുത്. ആലോചിക്കാം. ആലോചിക്കാന്നോ? അതെ, ആലോചിക്കാതെ പറയാൻ പറ്റുമോ? ഞങ്ങൾക്കും ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പയസിപ്പോ ഒളിവിലാണല്ലോ. അവന്റെ വീട്ടുകാരുടെ ചെലവ് ഞങ്ങൾ തന്നെയല്ലേ നോക്കേണ്ടത്. അവന്റെ വീട്ടിലേക്കുള്ള ചെലവിനാണ് 50,000 രൂപ ചോദിക്കുന്നത്. അതിനെ പയസിനെ പോലീസുകാർക്ക് വലിയ സംശയമൊന്നുമില്ലല്ലോ. അവൻ ഇറങ്ങി നടന്ന ഒരു കുഴപ്പമില്ല. അതൊക്കെ പെങ്ങൾക്ക് പറയാം. മര്യാദക്ക് 50,000 രൂപ എന്റെ ഈ നമ്പറിലേക്ക് ഞാൻ ഗൂഗിൾ പേ ഇടേണ്ടത്, ഇതിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ ഫോം വെക്കാണ്. സരയു ആണെങ്കിൽ ഇടുത്തി പോലെ. ഒന്നത്തെ കാര്യം ആ പേപ്പർ എവിടെ പോയെന്ന് അറിയില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പൊ വിക്രത്തിന്റെ കൂട്ടുകാരെ എന്നെ ഇട്ട് പൈസ ചോദിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുന്ന സരയു ആകെ ടെൻഷൻ ആകുക കേട്ടോ. സരയു കുത്തി വരച്ച് സരയു ലവ് കിരൺ എന്ന് പറഞ്ഞ് എഴുതിയേക്കണ പേപ്പർ ആരുടെ കയ്യിൽ കിട്ടിയതാണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനിപ്പോ രതീഷിന്റെ കയ്യിലാണെങ്കിലും ഹരിസാറിന്റെ കയ്യിലാണെങ്കിലും എന്തിനാ കല്യാണിയുടെ കയ്യിലാണെങ്കിൽ പോലും അത് അവസാനം എത്തുന്നത് കിരണിന്റെ കയ്യിൽ തന്നെയായിരിക്കും. സരയു തന്നെയാണ് സരയുനുള്ള കുഴി കുഴിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ കിരൺ ഈ പേപ്പറിൽ കിരൺ എന്നല്ല ആര് പേപ്പർ കണ്ടാലും പിന്നീടുള്ള കാര്യങ്ങൾ അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനെല്ലാത്തിനും പിന്നിൽ സരയു ആണെന്നുള്ള ഞെട്ടിക്കുന്ന തെളിവടങ്ങിയ ആ പേപ്പർ തന്നെയാണ് അത്. സരയുവിന്റെ മനസ്സിൽ ആ ഒരു കാര്യമാണ് സരയു എഴുതിയിരിക്കുന്നത്. വേറെ ആരും അവിടെ അത് എഴുതാനില്ലല്ലോ, സരയു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സരയു പിടിക്കപ്പെടാൻ പോണ ഭാഗമായിട്ട് ഇത് നമ്മൾ കാണാൻ പോണത്. അത് മാത്രല്ല, വിക്രത്തിന്റെ കൂട്ടുകാരി സരയുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാര്യം കൂടി കിരൺ അറിഞ്ഞാൽ പൂർത്തിയായി. കാരണം വിക്രത്തിന്റെ കൂട്ടുകാരി സരയുവിനെ ബ്ലാക്ക്മെയിൽ ആണെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. പിന്നെ കിരൺ അതിനെ കുറിച്ചായിരിക്കും അന്വേഷിക്കാൻ വേണ്ടി പോണത്. എന്തിനാണ് ഇവര് സരയുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ ചോദിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ അതും കൂടി അറിയുമ്പോഴേക്കും സരയു അതോടെ തീർന്നു. പക്ഷെ സരയുവിന്റെ സരയു ഇങ്ങനെ കുറ്റക്കാരിയാണെന്നും സരയു ആണ് ഇവരുടെ പുറകെ നിന്ന് കളിക്കണേന്നും ചതിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും ഇവര് പെട്ടെന്ന് സരയുടേത് പ്രതികരിക്കില്ല. കാരണം സരയു ആണല്ലോ മെയിൻ വില്ലത്തെ. അപ്പൊ സരയു മരിക്കാൻ കുറച്ചൊക്കെ സമയമൊക്കെ വേണ്ടി വരും. മറ്റുള്ളവർ മരിച്ച പോലെ ഒരു 1 സെക്കൻഡ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വിക്രം മരിച്ച പോലെ തന്നെ ഒരു എപ്പിസോഡ് കൊണ്ടോ അല്ലെങ്കിൽ രാഹുൽ മരിച്ച പോലെ 1-2 എപ്പിസോഡ് കൊണ്ടൊന്നല്ല. മിക്കവാറും സരയു മരിക്കാനും സരയുടെ ആ ഒരു കുറ്റബോധം ഭ്രാന്ത് പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കാം മിക്കവാറും ഒരാഴ്ചയെങ്കിലും സമയം എടുക്കും കേട്ടോ. എന്തായാലും നമുക്ക് ഇനി നല്ല നല്ല ഭാഗങ്ങളെ കാണാൻ പോകുന്ന സരയു പിടിക്കപ്പെടാൻ പോകുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ട്. 11 മണിക്ക് വരുന്ന ഒറിജിനൽ പ്രൊമോ നല്ലൊരു പ്രൊമോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.